ഐസുമന്റെ ഒരു സർവത്ത് ഞാൻ കുടിക്കാണ്. അതന്നെ. എങ്ങനെയുണ്ട്, കൈപ്പുണ്യം ഉണ്ടോ നോക്കട്ടെ. എത്ര കൊല്ലം ഇത് തുടങ്ങിയിട്ട്? 3 കൊല്ലമായി. 3 വർഷം. എന്താ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? വരുന്നത് എല്ലാരും ഇതാ നമ്മള് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്താണ്. ഈ അഡ്രസ്സിൽ ബുക്കിംഗ് ചെയ്തിട്ട് വന്ന് പറഞ്ഞാൽ ബിരിയാണി ഒക്കെ കിട്ടും. ഞാനിതാ ഇതാണ് ഐസുമന്റെ ഷോപ്പിന്റെ പേര്. ഞാൻ നമ്പറൊക്കെ ഇതില് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ്ടോ, ആർക്കെങ്കിലും ഇവിടെ താമസിക്കാനും സൗകര്യമൊക്കെ ഉണ്ട്. റൂമിനൊക്കെ എത്ര ചാർജ് വരുന്നുണ്ട്? ഹോം സ്റ്റേക്ക് ഒക്കെ 500 രൂപ ആയിട്ട് ഫാമിലിക്ക് ഉണ്ട്. ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി പൊട്ടിക്കണേ. അപ്പൊ ഞാനിപ്പോ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് ഐസുമന്റെ ടീഷർട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് നമ്മളെ ഈ പാലക്കാട് നിന്നാണ് ഏറ്റവും കൂടുതൽ മാങ്ങ വരുന്നത്. പാലക്കാട് എന്ന് പറയുമ്പോ മാംഗോ സിറ്റി ഓഫ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് മാങ്ങ വരുന്നത് കൊല്ലങ്കോടാണ്. ഇതൊന്ന് ഫ്രഷ് മാംഗോ ആണ്, കല്ല് വെക്കാത്ത മാമ്പഴം. ഇത് വന്നിട്ട് എപ്പോ വേണമെങ്കിൽ കഴിക്കാം. കല്ല്, കാർബൈഡ് കല്ല്, പല കാർബൈഡ് കല്ല് വെച്ചിട്ടുള്ള ഒന്നുമില്ല, നാച്ചുറൽ. ഇത് സെന്തൂരം. നിറയെ വെറൈറ്റീസ്, ആപ്പോസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ കൊല്ലങ്കോട് ശരിക്കും കൃഷി എന്ന് പറയുന്നത് നെല്ല് മാത്രമല്ല, മാമ്പഴം ഉണ്ട്. മാമ്പഴമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ? മാമ്പഴം. അപ്പൊ ഈ കാണുന്ന ഫുള്ള് ഈ മാമ്പഴത്തിന്റെ മരങ്ങളാണ് ഇവിടെ വരുന്നത്. നിങ്ങള് കൊല്ലങ്കോട് തന്നെയാണോ? ഞങ്ങൾ ഇവിടെ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയാണ്. ഇവിടെ വരാറുണ്ട്. ഓക്കെ. ഐസുമന്റെ ചായ കുടിക്കാറുണ്ട്. ചായ കുടിക്കും, സർബത്ത്, മാമ്പഴം. മാമ്പഴം വാങ്ങി പോകാറുണ്ട് അല്ലേ? ഇതൊക്കെ ഇവിടെ റേറ്റ് കുറയോ? അങ്ങനെ റേറ്റ് അൺസീസണില് വില ഉണ്ടാവും, സീസണില് വില കുറയും. അത് താങ്ക് യു. എന്താ പേര്? നൗഷാദ്. എല്ലാരും വരിക, അവർക്ക് സപ്പോർട്ട് ചെയ്യാം. അതെ. ഓക്കെ. ഷോപ്പിന്റെ പേര് എന്തുണ്ട്? ഐസുമ്മ ടീ സ്റ്റാൾ ആൻഡ് ഫുഡ്. ഫുഡ് ഉണ്ട് ഇവിടെ ഹോട്ടലിനാരെ. എന്തെല്ലാം കൊടുക്കണ്ടേ രാവിലെ? നാഷ്ട വേണ്ടവർക്ക് നാസ്ത, ഇഡ്ഡലി, കാര്യങ്ങൾ അതെല്ലാം ഉണ്ട്. എല്ലാ സംഭവം ഉണ്ട്. അത് ഓർഡർ കൊടുത്താൽ അല്ലാതെ ഇവിടെ വന്ന് പെട്ടെന്ന് വന്നാൽ കിട്ടില്ല. കാരണം ചെയ്യുന്നവർക്കൊക്കെ ഫുഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണ്ട. ഇവിടെ വന്നാല് പെട്ടെന്ന് ഇപ്പൊ നമ്മളൊരു വിസിറ്റേഴ്സ് വന്നാല് എന്താ കൊടുക്കാനുള്ള കയ്യില്? എന്താ ഊണ് വേണമെങ്കിൽ ഊണ് കൊടുക്കാം. ഇവിടെ വന്നപ്പോ റെഡി ആയിട്ടുണ്ടാവും, ഡെയിലി ഉണ്ടാവും. പിന്നെ സ്നാക്സുകൾ, കടികൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഡെയിലി ഉണ്ടാവും. പിന്നെ സർവത്ത്, വെള്ളം, ജ്യൂസ്, എല്ലാ സാധനവും. മാംഗോ ഇവിടുത്തെ കൊല്ലങ്കോട് ആണ് ഏറ്റവും കൂടുതൽ മാംഗോ ഉത്പാദിക്കുന്നത്. നിങ്ങൾ മാംഗോ വിൽപ്പനുണ്ടോ? വിൽപ്പനയുണ്ട്. അതൊക്കെ ശരിക്കും എത്ര കിലോ റേറ്റ് എത്ര വരുന്നുണ്ട്? അത് 1 കിലോ 200, 250. അതെന്താ, അത് കൂടുതലല്ലേ? കൂടുതലാണ്. അത് കഴിഞ്ഞ പിന്നെ വില കുറവാകുള്ളൂ. ഇപ്പം റേറ്റ് സീസൺ അല്ലാത്തതുകൊണ്ട് റേറ്റ്, പക്ഷെ നല്ല ഒറിജിനൽ മാംഗോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടും നല്ല മരുന്നൊന്നും ഇല്ലാത്ത സാധനം കിട്ടും. ഐസുമ്പോ എനിക്ക് ഒരു സിന്ദൂർ മാങ്ങ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇതാണ്. ഇതിപ്പോ ഇവിടെ നിന്ന് പറിച്ചോണ്ടെന്നാ? ഇവിടെ നിങ്ങൾ സ്വന്തം ഇതുണ്ട്, മരം ഉണ്ട് അല്ലേ? ഇതിപ്പോ എന്താ റേറ്റ്? 250 കൊടുക്കുന്നത്. മധുരൊക്കെ ഉണ്ടാവും. ഓക്കെ. പിന്നെ അതുപോലെ മാങ്ങ ഇപ്പൊ സീസൺ എല്ലാത്തിനും കൊണ്ടാണ് എത്ര റേറ്റ് അല്ലേ? സീസൺ ആയി കഴിഞ്ഞാൽ റേറ്റ് കുറയും. അത്ര റേറ്റ് കുറയും. ഇപ്പൊ സീസൺ അല്ല, ഇപ്പൊ സീസൺ ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞതല്ലേ? ഓക്കെ. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. മക്കളൊക്കെ എത്ര മക്കളുണ്ട്? 3 പെൺകുട്ടികളാ? ആൺകുട്ടി എന്താ ചെയ്യുന്നേ? വേറെ ഇവിടെ മോളില് അത് ഇങ്ങോട്ട് പറഞ്ഞു മകനെ നടത്താരായി. താഴത്ത് എല്ലാരും നമുക്ക് ജീവിതം മാറി കൃഷിയാണ് അല്ലേ? വീട് നിങ്ങൾ താമസിക്കുന്നവിടെ? ഇതിന്റെ മേലെ അല്ലേ? അവിടെ താമസിക്കുന്നത്. ആനൊക്കെ ഇറങ്ങലുണ്ട് ഇവിടെ? ആന, പുലി, കരടി. എങ്ങനെ? ആന, പുലി, കരടി എല്ലാം ഉണ്ട്. പുലിയൊക്കെ ഇറങ്ങലുണ്ട് ഇവിടെ? ഇവിടെ ആരോ പറഞ്ഞു ഈ ഷോപ്പിലൊക്കെ ആന കയറിക്കുന്നൊക്കെ. കമ്പി വാങ്ങിയിരിക്കുന്നത് അപ്പൊ എനിക്കിതാ ഒരു സിന്ദൂർ മാങ്ങ മുറിച്ച് വെച്ചിങ്ങനെ നോക്കട്ടെ എങ്ങനെയുണ്ട്, മധുരം ഉണ്ടോന്ന്. നമ്മുടെ നാട്ടിൽ ഈ സമയത്തൊന്നും മധുരം ഉണ്ടാവില്ല. നോക്കാം. മഴ പെയ്യാൻ തുടങ്ങിയാലാണ് മധുരം കുറവാകുക. കുഴപ്പമൊന്നുമില്ല. ഒരു കുരുമുക
എന്നാലും വലിയ ആ ചെന്തൂർ അങ്ങനെ തന്നെ ഉണ്ടാവുക. ജ്യൂസ് അടിക്കാൻ ഫസ്റ്റ് ആണ്. നാളെ നല്ല മധുരം ഉണ്ടാവും. ഇന്ന് പഴുത്തിട്ടില്ലുള്ളൂ. ആ അങ്ങനെ ഉണ്ട് അല്ലേ? അപ്പൊ ഇന്നത്തേക്കുള്ള പൈപ്പല്ല, അല്ല, നാളെ ഒന്നും കൂടി പഴുക്കും. അപ്പൊ മധുരം നല്ല മധുരം കൂടും. ഇത് വലിയ പുളിയൊന്നും ഇല്ല, മധുരം ഉണ്ട്. പുളി മധുരം എന്ന് പറയാം. ഈ മാമ്പഴം പുളിച്ചേരി വെക്കാനൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിച്ചു പോകും. ഇതാണ് കേട്ടോ ഐസുമിന്റെ കട. ഇതില് നേരെ പോയി കഴിഞ്ഞാൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിലേക്ക് പോവാം കേട്ടോ. അങ്ങനെയാണ് വഴി. ഇതാണ് നടന്നു പോവാൻ ഒരു 100-200 മീറ്ററേ ഉള്ളൂ. ഐസുമിന്റെ മോനല്ലേ? എന്താ പേര്? ഹക്കീം. അവിടെ പാർക്കിങ്ങിന്റെ ഇതാണ് ഇതേ. ഓക്കെ, ഞാനിപ്പോ പോകുന്ന മാവിൻ തോട്ടത്തിലേക്കാണ് കേട്ടോ. ഇവിടെ മാവിൻ തോട്ടം ഉണ്ട് എന്നൊക്കെ കേട്ട്. മാനോ? ആ മാനുണ്ട്. ആ ഇവിടെയൊക്കെ മാനൊക്കെ വരുത്തുണ്ടെന്നാണ് പറയുന്നത്. രാത്രി ഇവിടെ സ്റ്റേ ചെയ്താല് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ? വീഡിയോ ഒക്കെ എടുക്കാം. മാവ് പൂക്കാൻ തുടങ്ങി. മാവ് പൂക്കാൻ തുടങ്ങിട്ടോ. ഇത് ഫുള്ളും മാവിന്റെ. ഇതൊക്കെ നിങ്ങളെ സ്ഥലം തന്നെയല്ലേ അല്ലേ? ഞാനിപ്പോ നെല്ലിയാമ്പതിന്റെ മല ഇതിന്റെ സൈഡിലപ്പോ ഉള്ളത്. ഇവിടെ നെല്ലിയാമ്പതി, പിന്നെ അതുകൊണ്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ സമീപത്തുള്ള ഒരു മാങ്ങ തോട്ടത്തിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഇത് നമ്മളെ ആയിസുമ്മ ടീ സ്റ്റാളിന്റെ അവരെ മക്കളും അവരുടെ ഒക്കെ ഒരു പറമ്പാണിത്. ഇവിടെ നിന്നാണ് മാങ്ങ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ അല്ലെ? കൊല്ലംകോട്ടിൽ നിന്നും ഇന്ന് വരുന്നത് ഇല്ലേ മാങ്ങ? എക്സ്പോർട്ടഡ് മാങ്ങ. പിന്നെ അതുപോലെ ഈ മാങ്ങ സീസൺ അല്ലാത്ത സമയങ്ങളിൽ വരെ നല്ല മധുരമുള്ള മാങ്ങ കിട്ടുന്ന ഒരു സ്ഥലമാണ്. കൃത്രിമമായിട്ട് വളങ്ങളൊന്നും ഇടില്ല അല്ലേ? കാലിവളങ്ങൾ മാത്രം ഇടുന്നുള്ളൂ. അല്ലാത്ത വേറെ കൃത്രിമമായിട്ട് മരുന്നടിക്കുക അതൊന്നും ഇല്ല എന്നാണ് ഞാനിപ്പോ ഇവിടെ നിന്ന് മാങ്ങ കഴിച്ചപ്പോൾ ഒരു ജ്യൂസും കുടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നമ്മുടെ നാട്ടിലിപ്പോ സീസൺ അല്ലാത്തതിനെ കൊണ്ട് പല ടൈപ്പ് മാങ്ങ വരുന്നുണ്ട്. അത് ബാംഗ്ലൂരിൽ നിന്ന് സേലത്തു നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം ആൾക്കാർ ബിസിനസ്സിന് വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഇതൊന്ന് ചുറ്റൊന്ന് കാണിച്ചോടി. ഇതാണ് ഇവരെ മാങ്ങത്തോട്ടങ്ങള്. ഇവിടെ രാത്രി മാനുകളൊക്കെ വരും എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ഇന്ന് രാത്രി സ്റ്റേ ചെയ്താണെങ്കിൽ എനിക്ക് ഈ മാനുകളൊക്കെ കാണാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ നോക്കട്ടെ. ഇവിടെ പിന്നെ അതുപോലെ ഇവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട്. താമസിക്കാനൊക്കെ വെറും 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ ഈ ആയുഷ്മിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവര് താമസിക്കാനുള്ള സൗകര്യം, അതായത് ഭക്ഷണങ്ങൾ, ചോറ്, അങ്ങനെ എല്ലാ സാധനങ്ങളും വരുത്തുന്നു കിട്ടും. നിങ്ങൾ മുൻകൂർ ബുക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള ഭക്ഷണത്തിനൊക്കെ, രാത്രി ഭക്ഷണത്തിനൊക്കെ അല്ലേ ബുക്കിംഗ് ചെയ്യണ്ടേ? ചോറ് എപ്പോഴും ഉണ്ടാവും അല്ലേ? ചോറുണ്ടാവും. അത് ശനി ഞായർ ദിവസങ്ങളിൽ മെയിൻ ആയിട്ട് ഉണ്ടാവും. ചില ദിവസങ്ങളിൽ പറയണോ? അപ്പൊ ശനി ഞായർ എപ്പോഴും ഉണ്ടാവും. അതിലുള്ള അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുൻകൂർ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭക്ഷണമൊക്കെ. ചോറ് ഡെയിലി ഉണ്ടാവും അല്ലെ? അങ്ങനല്ല പറഞ്ഞേ? ചോറ് ഡെയിലി ഉണ്ടാവും. അങ്ങനാണ്. ഈ ചോറിനൊക്കെ എത്ര ചാർജ് ചെയ്യുന്നത്? 50 ഉറുപ്പിട്ടാണ് എന്നോട് പറഞ്ഞത്. ചോറിനൊക്കെ സാധാരണ റേറ്റ് തന്നെയാണ്. അപ്പം ഈ ഇവിടെ മാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഭാവിയിലേക്ക് ഇവിടെ ഏറുമാടൊക്കെ കെട്ടി ഒരു അറേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മരങ്ങളൊക്കെ മുന്നിൽ ഏറുമാടൊക്കെ കെട്ടിക്കഴിഞ്ഞാല് അടിപൊളി. നല്ല ഒരു ഫുള്ള് പച്ചപ്പുണ്ട്. ഇവിടുത്തെ സ്ഥലങ്ങൾ മൊത്തം പച്ചപ്പാണ്. അടിപൊളി സ്ഥലമാണ്. ഈ നല്ല ഞാൻ വെയിലുള്ള സമയത്താണ് ഇവിടെ നിൽക്കണമെങ്കിലും നല്ലൊരു ചൂടിനും പകരം ഇളം തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം ഇവിടെ വരുന്നത് ഞാൻ കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ഐസുമനെ വിളിക്കുക. അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ.